അല്ല പേഴുമൂട് എന്നുള്ള പേര് എങ്ങനെ വന്നെന്ന് അറിയാം വല്ല പിടിയും നമ്മളെ ജനിച്ചപ്പോഴേ നമ്മൾ ജനിച്ചത് വളർന്നത് ഇവിടെ തന്നെ. അപ്പൊ അപ്പോഴേ പേഴുമൂടെന്ന് പറയുന്നത് എങ്ങനെ വന്നെന്നുള്ളൊരു ധാരണയില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വില കൊടുത്തിട്ട് അപ്പോഴേ ക്ഷേത്രം ക്ഷേത്രം ഇത് പന്നിയോട് പോയി പന്നിയോട് ഇങ്ങോട്ട് കാട്ടാക്കട നേരെ കുറ്റിച്ചല്. ഈ ആലൊക്കെ പണ്ടേ ഉള്ളതാണ് ഇവിടെ. പണ്ട് നമ്മൾ ജനിച്ചപ്പോഴേ ഉണ്ട്. അടുത്ത് ഇങ്ങനെ ആലുണ്ട്. ഒരു പഴയ ഒരു കവലയുടെ ഒരു ലക്ഷണമാണല്ലോ ഒരു ആൽമരവും അതിന്റെ ചുവട്ടിൽ കാറ്റും കൊണ്ട് തള്ളത്തൊക്കെ ഇരിക്കാം അല്ലേ. ഇവിടെ രണ്ടുപേരും ഇരിക്കുന്ന ഇച്ചിരി മുതിർന്നവരല്ലേ, നാടിനെ കുറിച്ച് കുറച്ച് വർത്തമാനം അറിയാം എന്നുള്ള ഒരു വിധത്തിൽ ഒന്ന് ഇറങ്ങി നോക്കിയതാ. ആലുണ്ട് പേരുമുണ്ട്. പേരെന്താണ്? രണ്ടും ഈ നാട്ടുകാർ തന്നെ, ഇവിടെ ജനിച്ചു വളർന്നവരാണ്. എങ്ങനെയുണ്ട് നമ്മുടെ പേഴുമൂട്? നല്ല സ്ഥലമാണ്. ഇവിടെ അഷ്റഫ് പേഴുമൂടുകാരനല്ലേ, അറിയാവോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ജീവിതമാർഗമൊക്കെ എന്താ? പണി അടയ്ക്കാ ബിസിനസ്, മുളക് ബിസിനസ്, എല്ലാം കച്ചവടത്തിലുള്ള പരിപാടി തന്നെ. കച്ചവടം ഇല്ലാതെ പോയി. ഇപ്പൊ കച്ചവടത്തിന്റെ സമയമല്ലേ, കുറവാണ്. മുളകെന്ന് പറഞ്ഞാൽ കുരുമുളകാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ കുരുമുളകില്ല, ഇവിടെ കൃഷിയുണ്ട്. ഇപ്പോഴും സീസണല്ല. ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ അല്ലേ. പക്ഷെ ഒരു ചായക്കടയില്ല. ഞാൻ ചായ കുടിക്കാൻ ഞായറാഴ്ചകളിലൊന്നും ഒരു അവധി മൂടാണ്. അതാണ് ഇവിടെ ഉണങ്ങിയിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇതിപ്പോ പഞ്ചായത്തുകാരുകൊണ്ട് വെച്ചാണ് ഈ വേസ്റ്റ് ഇടാൻ, പ്ലാസ്റ്റിക് ഇടാൻ ആളുകൾ അതിനകത്ത് ഇടുന്നുണ്ടല്ലോ അല്ലേ. അതന്നെ, അതെ. നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലല്ലോ. നമ്മൾ ഈ വലിച്ച് എറിയുന്ന ശീലമാണല്ലോ. അപ്പൊ ഇത് വെച്ച് കഴിയുമ്പോഴെങ്കിലും അതിനകത്ത് അതിനകത്ത് കുറച്ച് കിടപ്പുണ്ട്. ആളുകളിപ്പോ കൊണ്ടിട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഈ പേഴുമൂട് എന്നുള്ള പേരെങ്ങനെ വന്നു, പേഴുമൂടിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇവിടുത്തെ വേറെ എന്താണ്, ഇവിടെ അടുത്ത് വേറെ വല്ല കാണാനോ കേൾക്കാനുള്ള പറ്റിയ സ്ഥലങ്ങളെല്ലാം ഉണ്ട്? ദൂർത്ത് മാതാഞ്ചി. ഓ അത് ആ ബോർഡ് കണ്ട്. ബോർഡ് അപ്പുറം ക്ഷേത്രം കവല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അപ്പുറത്ത് നമുക്ക് അവിടെ ക്ഷേത്രവും എപ്പോഴും വൈകുന്നേരം നല്ല പരിപാടികളോ ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അത്. ഇവിടെ എല്ലാ ഇനക്കാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും തമ്മിൽ സ്നേഹത്തിലാണ്. തമ്മിൽ കണ്ട അവൻ കൊള്ളത്തില്ല, ഞാനാണ് അങ്ങനല്ലേ വേണ്ടത്. ഒരു കാര്യമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുന്നു. എല്ലാവരും കണ്ണും മൂക്കും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അടിയിടേണ്ട കാര്യമില്ല. അവർ നമ്മളെ കണ്ടുകൊണ്ട് നോക്കുന്നു. അവർക്ക് നമ്മളെ ഞങ്ങളിമ്മ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അല്ലേ. നിങ്ങളുടെ ബന്ധുക്കൾ വല്ലതും അതാണ് നിങ്ങളുടെ ടി വി മൊബൈൽ ക്യാമറയിൽ പിടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. ഇത് ഇവന്മാരെന്താണ് ഉദ്ദേശം എന്നും കൂടെ അറിയണം. അത് ഞങ്ങളിങ്ങനെ നാടും കണ്ട് കവലയും കണ്ട് ഇങ്ങനെ പോവാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. നിങ്ങൾ വിഷമമൊന്നുമില്ല, സന്തോഷമാണല്ലോ, ഹാപ്പിയാണല്ലോ. കുടുംബം എല്ലാം ഹാപ്പിയായിട്ട് ചെയ്യും അല്ലേ, സന്തോഷമല്ലേ. അപ്പൊ എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ നടക്കും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും. മക്കളുടെ അടുത്തൊക്കെ പറയണം ഈ ഫോണിനകത്ത് മൊബൈലിൽ കാണാം ഇത് നമ്മൾ സംസാരിച്ചത്. ഞാൻ പോയി കഴിയുമ്പോൾ അവർക്ക് പറഞ്ഞാൽ പോട്ടെ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ നാട്ടുപുറത്ത് ഞാനിത് ഇവരെ കണ്ടുണ്ട്. അതാ എൻ്റെ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ നമ്മുടെ നാട്ടുപുറത്ത് ഇതുപോലെ ഇക്കാമാരൊക്കെ വൈകുന്നേരം കഥയൊക്കെ പറയുന്നുണ്ട്.
കച്ചവടം തന്നെയാണ് അവരുടെ പരിപാടി. മീൻ കച്ചവടമോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പറഞ്ഞൊരു കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കുളിച്ച് റെഡിയായി മുന്നിട്ടൊക്കെ ഇട്ടിട്ട് വന്നിരുന്ന് കുറച്ച് കർച്ച വർത്താനം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാഴ്ച എനിക്ക് കണ്ട്. ഇവർ രണ്ടുപേരും കണ്ടപ്പോൾ എനിക്ക് ആ ഒരു മൂഡ് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കണ്ടിട്ട് സംസാരിച്ചത്. എന്തായാലും അബൂബക്കർ അൻസാരി രണ്ട് ഇക്കാമാരെ കണ്ടു. അവരുടെ ഇച്ചിരി വിശേഷം വന്നു വെച്ചു. പേഴ് മൂടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ഓട്ടെ. സന്തോഷം.